വ്ളോഗിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ നൈറ്റ് ടൈം ക്ലീനിങ് റുട്ടീനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക. എന്നിരുന്നാലും ഇതൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ട്രൈ ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സമയം ഇപ്പോൾ 3:30 മണിയായി. എൻ്റെ മക്കൾ ക്ലാസ് വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ മക്കളെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഫുഡുകളും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളും കഴിക്കാനായിട്ട് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാനിപ്പോൾ യൂട്യൂബിലായാലും കാണുമ്പോൾ ഒരുപാട് ടൈപ്പ് റെസിപ്പീസ് കാണാറുണ്ട്. ചിലതൊക്കെ ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കുന്നതാണ്, ചിലത് അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ളതും സിമ്പിളായിട്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അത് അവർ ചെറുപ്പം മുതലേ കഴിച്ച് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലുതായാലും അവരത് കഴിച്ചുകൊള്ളും. അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഒരു ഓവർലോഡ് എൻ്റെ ജോലിയിൽ തോന്നാറില്ല. അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കും. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ വന്ന് അവരോട് കൂടെ അതൊക്കെ ഇരുന്ന് കഴിച്ച് അവരോട് കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവർ ട്യൂഷന് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് ക്ലീനിങ് കാര്യങ്ങൾക്ക് വരുന്നത്. പത്ത് മിനിറ്റ് സമയമാണ് ഇത്രത്തോളം ജോലികൾ ചെയ്ത് തീർക്കാൻ എനിക്ക് വേണ്ടി വന്നത്. പാത്രങ്ങൾ കഴുകിയതൊക്കെ എടുത്തു വെച്ചു. കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. കറികൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതൊക്കെ ചൂടാക്കി വെച്ചു. അടുത്തതായിട്ട് 10 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ഓരോ റൂമിലും ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന ഐറ്റംസൊക്കെ അതാത് സ്ഥാനത്തോട്ട് തിരിച്ച് വെക്കുക എന്നുള്ള കാര്യം ചെയ്യുക. വേറെ ഒരു കാര്യങ്ങൾ ചെയ്യരുത്, ഇത് മാത്രം ചെയ്യുക. 10 മിനിറ്റ് ടൈമർ വേണമെങ്കിൽ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചോളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധയോടുകൂടി ഈ കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നും, പക്ഷേ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് സ്ട്രിക്റ്റ് ആയിട്ടും ആ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി. കാരണം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കണം തോന്നുമ്പോൾ നമ്മൾ അത് ഒതുക്കാം ഇത് ഒതുക്കാം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. അങ്ങനെ ആ ജോലികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 20 മിനിറ്റ് മാത്രമേ സമയമെടുത്തുള്ളൂ. ഞാൻ കുറച്ച് നേരം പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഗാർഡനിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത്തിരി നേരം എടുത്തിട്ട് അത് ചെയ്തു. അത് ഡെയിലി ക്ലീനിങ്ങിൽ പെട്ടതൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തൊരു ജോലിയാണെന്ന് മാത്രം. മക്കൾ 6 മണി കഴിഞ്ഞപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവർ രണ്ടുപേരും TV കണ്ട് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയം അവർക്ക് കുറച്ച് തുണികളൊക്കെ കൊണ്ടുകൊടുക്കും. ഇതൊരു ബോറിംഗ് ജോലിയാണ്. അപ്പോൾ ബോറിംഗ് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം അപ്പുറത്ത് വയ്ക്കാം. അങ്ങനെ സമയം 6:30 മണിയായി. ഓരോ തവണയും ഓരോരുത്തർ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറ് നനഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്യാനായിട്ടൊന്ന് എല്ലാവരോടും പറഞ്ഞു വയ്ക്കുക. ഒന്നരാടം വെച്ചിട്ടാണ് ഞാൻ സിങ്കും മിററും ക്ലീൻ ചെയ്യാറുള്ളത്. വേറൊരു മിററും സിങ്ക് ഉണ്ട്, അത് രണ്ടും മക്കളാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പ്രയർ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ച ശേഷമാണ് ഞാൻ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കും. അതിനുശേഷം കിച്ചൺ ക്ലീനിങ്ങിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ എൻ്റെ മക്കളെയും കൂടിയിട്ട് വിളിക്കും. കുഞ്ഞു കുഞ്ഞു പണികളിൽ അവരും എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാവരും നമ്മൾ ഫുഡ് കഴിച്ച പാത്രം അവരവർ കഴുകി വയ്ക്കുക. ഓക്കെ, ആ ഒരു കുഞ്ഞു ഹാബിറ്റും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത്രയും പാത്രം കുറഞ്ഞു കിട്ടും.
ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. കാരണം കൈക്ക് ഡ്രൈനെസ് വന്നപ്പോഴാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ടിപ്പ് പറയാനുള്ളത്, തുടക്കത്തിൽ ഗ്ലൗസ് ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ പിന്നീട് അത് ശീലമാവും. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച ശേഷം പിന്നെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കലൊക്കെ അല്ലേ ഡിഷ് വാഷൊക്കെ, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് എപ്പോഴും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ചിലർ ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്ക് നോക്കിക്കോളൂ. പാത്രം കഴുകുക എന്നുള്ളത് ഏറ്റവും ബോറിംഗ് ആയിട്ടൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഭക്ഷണം കഴിച്ച് വന്ന് ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകേണ്ടത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അത് മാറ്റാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാട്ട് ഓൺ ചെയ്ത് വെക്കും. പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ജോലിയുടെ ബോറടി മാറാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ക്ലീൻ ചെയ്യാനും സിങ്ക് ക്ലീൻ ചെയ്യാനും ഞാൻ എപ്പോഴും ഈ ഒരു സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കുന്നത്. 6 വർഷമായി തന്നെ ഉപയോഗിക്കുന്നു. ബേക്കിംഗ് സോഡയും കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് സിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. നന്നായിട്ട് വെട്ടിത്തിളങ്ങും. സ്ക്രബ്ബർ സിങ്ക് ക്ലീൻ ചെയ്യാൻ സെപ്പറേറ്റ് ഒരെണ്ണം വെക്കുക. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഗ്ലൗസ് മാറ്റും. സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും കുത്തി കീറി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായില്ലേ. സ്റ്റൗ ക്ലീനിങ് ഇന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബേക്കിംഗ് സോഡയും പാത്രം കഴുകൽ ലിക്വിഡ് ഈ സ്റ്റീൽ പോർഷനിൽ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കും. അതിന് ശേഷമാണ് സ്ക്രബ് ചെയ്ത് കളയാറുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും കൗണ്ടർ ടോപ്പിൽ ഒരു തുണി വിരിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ജോലികൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഭയങ്കര ഈസിയാണ്. ഇനി ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ടവലും അതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചുമരുമ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ആമസോണിൽ നിന്ന് ഒരുപാട് നാൾ മുമ്പ് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത്രയും ജോലിയാണ് ഞാൻ ഡെയിലി ചെയ്യാറുള്ളൂ. പിന്നെ ഫ്രിഡ്ജോ അതുപോലെ മിക്സി, അതും എന്തെങ്കിലും അഴുക്ക് കണ്ടാൽ ഞാൻ അപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിടും. ഇത് ഡെയിലി ഒന്നും ചെയ്യാറില്ല, ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഞാനൊന്ന് കാണിക്കാം എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തതെന്ന്. ഇത് റീയൂസബിൾ ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അതായത് ഈ ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ വൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റോളിൽ 80 ടിഷ്യൂ ആണ് വരുന്നത്. ഒരു ടിഷ്യൂ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. നമ്മളെ ഉപയോഗം പോലെ ഇരിക്കും. കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ഗ്ലാസ് പോർഷനൊക്കെ വൈപ്പ് ചെയ്യാനും ഞാൻ ഉപയോഗിക്കാറ്. എണ്ണമയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് കളയാണ് നല്ലത്. അപ്പോൾ 2 മുതൽ 3 ദിവസം വരെ ഒരു ടിഷ്യൂ നമുക്ക് ഉപയോഗിക്കാം. ഒരു റോളിൽ 80 എണ്ണം വരുന്നതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പല വിലകളിൽ ടിഷ്യൂ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ സ്റ്റീൽ സ്ക്രബ്ബർ നമുക്ക് പാത്രങ്ങൾ കഴുകാൻ, സിങ്ക് കഴുകാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. എനിക്കെൻ്റെ ഒരു ഗുണം തോന്നിയത്, ഇതിങ്ങനെ നമ്മൾ പരത്തിയിട്ട് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് വലിയ വലിയ പ്ലേറ്റ്സൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കഴുകാൻ നല്ല എളുപ്പമുണ്ട്. സ്പൂണുകൾ കഴുകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗ്രൂവുകളിൽ പോലും എടുത്ത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റുന്നുണ്ട്. വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. വേഗം ഉണങ്ങും. വേറെ അഴുക്കോ കാര്യമോ പറ്റി പിടിച്ചിരിക്കുക അങ്ങനെയൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൻ്റെ ഫോൾട്ട് എനിക്ക് തോന്നിയത് കയ്യിലേക്ക് കുറച്ച് ഹാർഷാണ്. കയ്യിൽ പിടിക്കുമ്പോൾ ഒത്തിരി ഒരു പരപരപ്പുണ്ട്. പിന്നെ ഇത് തോന്നിയത് കുക്കർ അതുപോലെയുള്ള വലിയ പാത്രങ്ങൾ കഴുകുമ്പോൾ അത്ര വരച്ച് കഴുകുമ്പോൾ അത്രയും ഇങ്ങോട്ടൊന്നും അഴുക്ക് പോകുന്നില്ല. സാധാരണ സ്റ്റീൽ സ്ക്രബ്ബറാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. പ്ലേറ്റുകളൊക്കെ തുടയ്ക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് മൈക്രോ ഫൈബറിൻ്റെ തുണികളാണ്. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് മൈക്രോ ഫൈബർ തുണികൾ കയ്യിൽ കരുതുക. അത്യാവശ്യം വേണ്ട കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്യാനൊക്കെ നേരത്തെ കാണിച്ച ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്.
അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഞാനെപ്പോഴും ഏപ്രിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അഴുക്കാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ മക്കൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് അവരുടെ ടേബിളൊക്കെ ക്ലിയർ ചെയ്യാണ്. അവർ നേരത്തെ തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു ആ തുണിയൊക്കെ വെച്ചോളാൻ. അപ്പോൾ ഇവർക്ക് ചെറിയൊരു ഹാബിറ്റ് ഉണ്ട്, നമ്മളൊക്കെ പോലെ തന്നെ തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കും, പക്ഷെ അത് എടുത്ത് വെക്കാതെ അവിടെ കൂട്ടി വെക്കും. അവസാനമാകുമ്പോൾ എന്താണ്, ഒരുപാട് തുണികളാകുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ തന്നെ മടിയാവും. അപ്പോൾ ഞാൻ പറയുമെന്നും ഇത്തിരി ഉള്ളപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക, അപ്പോൾ അത് പെട്ടെന്ന് കഴിയില്ലേ, ഇല്ലെങ്കിൽ നിങ്ങളത് പെൻഡിങ് ആക്കി വയ്ക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. മക്കൾ വലുതാവൻ്റെ ഒപ്പം തന്നെ അവരുടെ ഡ്രസ്സുകളെല്ലാം തന്നെ വലിപ്പം കൂടുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന അലമാരയൊന്നും അവർക്കിപ്പോൾ സൂട്ടബിളായിട്ട് തോന്നുന്നില്ല. കാരണം ഇതവർ വളരെ കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ മേടിച്ച അലമാര, അന്ന് അവരുടെ ഡ്രസ്സൊക്കെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ ഡ്രസ്സായപ്പോൾ ഇതിലൊക്കെ ഡ്രസ്സുകൾ കുത്തി നിറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം അളവ് വലുതായപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റാതായി. ഇനി എൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതെല്ലാം തന്നെ മടക്കി വെക്കുകയാണ്. ആദ്യം എൻ്റെ ഒരു ശീലമായിരുന്നത് തുണികൾ വരുമ്പോൾ ഒരു കസാരം ഇങ്ങനെ ഇട്ട് വെക്കുന്നൊരു ശീലമായിരുന്നു, മടക്കി വെക്കാറില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാടാവും മടക്കാൻ, അതുമ്പോൾ ഫുൾ ചുളിവുകളായിട്ടുണ്ടാവും. അപ്പോൾ മടക്കിയാൽ ചുളിവും കുറവായിരിക്കും, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്ക് നമ്മുടെ പ്ലാനിങ് പർപ്പസാണ്. ഈ ഒരു പ്ലാനിങ് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്ത് തീർത്തത്. അപ്പോൾ അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വീഡിയോ പിടിക്കാനുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ച ലിസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ അടുത്ത ദിവസം ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ മീൽ പ്ലാനിങ് നമ്മൾ ചെയ്യുക, അതായത് രാവിലെ എന്ത് ഭക്ഷണം വെക്കണം, ഉച്ചയ്ക്ക് എന്ത് വെക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നേരത്തെ കൂട്ടി ആലോചിച്ച് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റുകളും ലഞ്ചിൻ്റെ ഒക്കെ നമുക്കറിയാലോ ആ റെസിപ്പി, അതൊക്കെ നമ്മൾ ഏതാച്ചാൽ അത് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തലേദിവസം തന്നെ നമുക്ക് കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. കറി വെക്കുന്നതിന് ചുവന്നുള്ളി കുറച്ച് നന്നാക്കി വെക്കുക, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഇഞ്ചി അരച്ച് പേസ്റ്റ് ചെയ്ത് വെക്കുക, തേങ്ങ ഒരെണ്ണം ചിരണ്ടി വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഷോപ്പിംഗ് സമയത്തും ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതനുസരിച്ച് മാത്രമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ മതിയല്ലോ. ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ സ്റ്റൈലിൽ റുട്ടീൻ ഉണ്ടാക്കിയെടുത്ത റുട്ടീൻ ഒരിക്കലും ബോറിംഗ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എക്സ്ട്രാ ടൈം തരുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി വേഗം തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.